അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 1 നമ്മൾ പഠിച്ചത് ഹാദ എന്ന വാക്ക് ചേർത്തും കണ്ടാണ്. മൗസൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴം. പിന്നെ ഫനസുൻ മാങ്ങ. അപ്പോൾ ഈ മാങ്ങക്ക് പഴത്തിന് ഇത് പഴമാകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഹാദ എന്ന വാക്ക് അവിടെ ചേർത്തത്. ഫനസും എന്ന ചക്കക്ക് ഇത് എന്ന് പറയാൻ വേണ്ടിയാണ് ഹാദ എന്ന വാക്ക് ചേർത്തത്. അപ്പോൾ എന്തായി? ഹാദ ഫനസുൻ, ഇത് ചക്കയാണ് എന്നായി. ഫനസുൻ എന്നാൽ ചക്ക. അപ്പോൾ ഹാദ ഫനസുൻ, ഇത് ചക്ക. ഈ ഹാദ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ സാധനത്തിൻ്റെ പേരും പറഞ്ഞത്. ഇനബ്, ബുർത്തക്കാല്, അതുപോലെ ബക്കില്, ഇങ്ങനെയുള്ള ചിത്രങ്ങളുണ്ടായതുകൊണ്ട് അർത്ഥങ്ങൾ വേഗം കിട്ടും. താഴത്ത് ഹാദ മൗസുൻ, ഹാദ മാഞ്ച, ഹാദ ഫനസുൻ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു. ബിത്തിഖുൻ, ബത്തക്ക, ബക്കിലുൻ, ചീര, ഇനബുൻ, ഇതിലൊക്കെ ഹാദ ചേർക്കുമ്പോൾ എന്താണ്? ഇത് എന്ന വാക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ നെക്റയുണ്ട്, നെക്റയിലേക്ക് പോവാം. ബാബുൻ, വാതിൽ. പിന്നെന്താണ്? കുഫുലുൻ, പൂട്ട്. അതുപോലെ ഷുബാക്കുൻ, ജനൽ. ഇതൊക്കെ എന്താണ്? ഇതിലൊക്കെ ഹാദ ചേർത്തപ്പോൾ എന്തായി? ഹാദ ഷുബാക്കുമായി, ഇത് ജനലാണ് എന്നായി. ഹാദ കുർസിയുൻ കസേര, ഹാദ കുർസിയും കസേര, ഇത് കസേരയാണ്. ഈ ഹാദ പോയാൽ എന്താണ് വായിക്കുക? കുർസിയുൻ, കസേര. ഹാദ എന്ന് മാത്രം പറയുമ്പോൾ എന്താ അർത്ഥം പറയുക? ഹാദ, ഇത് എന്നാ പറയുക. കണ്ടില്ലൊരു ജുബ്ബ, ഒരു കമീസ്. ഈ കമീസ് എന്നാണ് ഇതിൻ്റെ പേര്. കന്തൂറ എന്നും പറയാം. അപ്പോൾ ഈ കന്തൂറക്ക് കമീസ് എന്ന് പറയുമ്പോൾ ഇത് കന്തൂറയാകുന്നു എന്നാണോ? ഇത് എന്നില്ല, കമീസുൻ കന്തൂറ അത്രമാത്രം പറയുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഹാദ ചേർക്കുമ്പോൾ ഹാദ കമീസുൻ, ഇത് കമീസാകുന്നു. പക്ഷേ ഈ കമീസിൻ്റെ ആ ലാസ്റ്റ് ഒരു യാ ഉണ്ട്. ആ യാ എന്തിന് ചേർത്തതാണെന്നറിയോ? എൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചേർത്തതാ. കമീസുൻ എന്ന് പറഞ്ഞാൽ കമീസ് എന്ന് മാത്രമേ വരുള്ളൂ. അതേ സ്ഥാനത്ത് പിന്നെ ഖമീസി എന്ന് വായിച്ചാൽ എൻ്റെ എന്ന വാക്ക് ചേർത്ത്. ഇനി ആദാ കിതാബുണ്ട്, ഇത് കിതാബാവുന്നോടത്ത് ആദാ കിതാബി. ഇപ്പോൾ 3 ആദ്യത്തിൽ ഹാദിയും ചേർന്ന് അവസാനം യാവും ചേർന്ന്, ഇങ്ങനെ 2 അക്ഷരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ചേരുമ്പോൾ എന്താകും? ഇത് ഹാദാ കിതാബി എന്നാവും. ഇത് എൻ്റെ ബുക്കാകുന്നു എന്ന്. അപ്പോൾ കിതാബും എന്ന് പറഞ്ഞാൽ ബുക്ക്, പിന്നെ ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ബി എൻ്റെ, എൻ്റെ, ഈ എന്ന വാക്കാണ് എൻ്റെ എന്നുള്ള വാക്ക്. ഈ എന്നില്ലാതെ ഹാദ കിതാബുൻ എന്ന് മാത്രമാണെങ്കിൽ ഇത് ബുക്കാകുന്നു എന്ന് മാത്രമേ വായിക്കുള്ളൂ. അങ്ങനെ ഈ ഹാദ കലമി, ഹാദ ജവ്വാരി, ഹാദ ദൽവി, അന. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് അന ദാരിസ് എന്നുണ്ട്, ഞാൻ അധ്യാപകനാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ദാരിസ് എന്ന് പറഞ്ഞാൽ അധ്യാപകനാണ്. ഇതിൽ ഞാൻ എന്ന വാക്ക് ചേർക്കാൻ വേണ്ടി എന്താ പറഞ്ഞത്? അന എന്ന വാക്ക് ഫസ്റ്റിൽ കൂട്ടി. ഞാൻ, അനദാരിസുൻ, ഞാൻ അധ്യാപകനാണ്. അപ്പോൾ അനദാരിസ് എന്നുള്ളത് മറ്റെന്തെങ്കിലുമൊക്കെ പറയാം. അതിന് പകരം അനദാരിസും, അന മുഹമ്മദും, ഞാൻ മുഹമ്മദാണ്, അന സാബിറും, ഞാൻ സാബിറാണ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മറ്റെന്താണ് നമ്മുടെ പേരിച്ച അത് ചേർത്ത് പറയാം. അന തിൽമീദ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്. അന തിൽമീദ്. അപ്പോൾ അനയാണ് അവിടെ ചേർത്തത്. ഇനി ആ അനക്ക് പകരം നമ്മളവിടെ ഹാദ ചേർക്കുകയാണെങ്കിലോ ഹാദാ തിൽമീദുൻ, ഇത് വിദ്യാർത്ഥിയാകുന്നു എന്നാകും. ഹാദാ ദാരിസുൻ, ഇത് അധ്യാപകനാകുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇത് അന ദാരിസുൻ എന്ന് പറയുന്നത് ആരാണ്? ഞാൻ തന്നെയാണ് പറയുന്നത്. ഹാദ പറയുകയാണെങ്കിൽ ആരാ പറയുക? വേറൊരാൾ പറയുമ്പോൾ അന എന്ന് പറയില്ല, വേറൊരാൾ പറയുമ്പോൾ ഹാദ എന്നാണ് പറയുക. അവൻ എന്ന വാക്കിനോട്, അല്ല അവൻ എന്നല്ല ഇത്
എന്ന വാക്ക്. ഈ അവൻ എന്ന വാക്ക് ഇനി അതുപോലെ അതിൻ്റെ മുന്നിൽ വേറെ വരാനുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ഇവിടെ ഇല്ല, ഈ പാഠത്തിലില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളത് പരാമർശിക്കുന്നില്ല. ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ ഒരു യാവും ഒരു നൂനുമാണ് പഠിച്ചത്. ഒരു അനാന്നുള്ള വാക്കും ഒരു ഈ എന്ന് പറയുന്ന യാവുമാണ് പഠിച്ചത്. ഒന്ന് എൻ്റെ എന്ന് ചേർക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു. അന എന്നത് ഞാൻ എന്ന് ചേർക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അന മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അന മുസ്ലിമും ഞാനൊരു മുസ്ലിം പുരുഷനാണ് എന്നാണ്. അന മുസ്ലിമത്തുൻ. അപ്പോൾ ഈ മുസ്ലിം എന്നുണ്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തിനാ മുസ്ലിമത്തെന്ന് ചേർത്തത്? അന മുസ്ലിമത്തുൻ ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ചേർത്തത്. അല്ലെങ്കിൽ അവിടെ അന മുസ്ലിമും തന്നെ ആയിരുന്നുവെങ്കിൽ എന്താ വായിക്കുക? ഞാൻ മുസ്ലിം പുരുഷനാകുന്നു, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറയും. അതിൻ്റെ താഴെ അപ്പോൾ അന ചേർത്തിട്ടുള്ളതാണ്. താഴത്തെ കള്ളിയിലുള്ളത് എൻ്റെ എന്നുള്ളൊരു വാക്കാണ്. അള്ളാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളാഹു ആണ്, നാഥനാണ്. മുഹമ്മദിൻ നബി, എൻ്റെ നബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. അങ്ങനെ താഴത്തേക്കുള്ള വാക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അതാ ലുഫിരി, അതുപോലെ എൻ്റെ നഖം, റൈസ്, തല, മിന്തിലി, ടവ്വല്, ഇതൊക്കെ എൻ്റെ ചേർത്തിട്ടും പറയാം. പിന്നെ അതുപോലെ ഇത് എന്ന് ചേർത്തിട്ടും പറയാം, ഇതെന്ന് മാത്രം ചേർത്തിട്ടും പറയാം. ഇങ്ങനെയാണ്. ലൗഹുൻ എന്ന പാഠത്തിൽ പഠിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്നറിയോ? അതിലിപ്പോൾ എന്താ കൂടുതലായി? ലൗഹുൻ സ്ലേറ്റ് എന്നുള്ളൊരു വാക്കുണ്ട്. പക്ഷെ ഇതിൽ എന്താ കൂടുതൽ? ഇതിലൊരു കാര്യം കൂടുതലായിട്ടുണ്ട്. എന്താണത്? ഒരു മാ എന്നുള്ള അക്ഷരമാണ്. എന്തിനാണ് ഈ ഹാദൻ്റെ മുമ്പിൽ ഒരു മാ ചേർത്തത്? ഇതുവരെ നമ്മൾ ഹാദൻ്റെ മുമ്പിൽ മാ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തിനാണത് ചേർത്തത്? എന്തിനാണത് ചേർത്തത്? അത് ചേർത്തത്. ഇതുവരെ ഇത് എന്നുള്ളൊരു വാക്കേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ ഈ കള്ളിയിലുള്ള ചിത്രം ഇത് എന്താണ്? മാ ഹാദ, ഇത് എന്താണ്? ഹാദ ലൗഹുൻ, ഇത് സ്ലേറ്റാണ്. മാ ഹാദ, പിന്നെയും പറഞ്ഞൊരു മാ ഹാദ. അടുത്ത കള്ളിയിലത്തെ ചിത്രം എന്താണെന്ന് ചോദിക്കുന്നത്. ഹാദ കലമുൻ, ഇതൊരു പേനയാണ്. മാ ഹാദ, ഇതെന്താണ്? ഇത് ഒരു പെൻസിലാണ് അതിൻ്റെ താഴത്തുള്ളത്. മാ ഹാദ, അതിൻ്റെ താഴെയുള്ളത് എന്താണ്? താഴെയുള്ളതെന്ന് വാക്കില്ല കേട്ടോ. മാ ഹാദ, ഇതെന്താണ് എന്നേ ഉള്ളൂ. ഹാദ കിതാബുൻ, ഇത് ബുക്കാണ്, ഇത്രയേ ഉള്ളൂ. ഇത് എൻ്റെ ബുക്കാണ് എന്ന് ചേർക്കണമെങ്കിൽ എന്ത് വേണം? ഹാദാ ലൗഹി, ഹാദാ കലമി, ഹാദാ മിർസി, ഹാദാ കിതാബി എന്ന്. അപ്പോൾ അവിടെ മാ വരാൻ പറ്റുമോ? ഇല്ല, മാ വരാൻ പറ്റില്ല. മാ ഹാദ, മാ എന്ന് ചോദിക്കുന്നത് എന്താണ്? എന്താ ഇത്? എൻ്റെ പേനയാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? പറയില്ല. മാ ഹാദ ലൗഹുൻ, അങ്ങനെ പറയുമോ? പറയില്ല. ഈ സ്ലേറ്റ് എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇത് സ്ലേറ്റ് എന്താണ് എന്നാണ് അപ്പം വരിക. അപ്പോൾ അങ്ങനെ ഇവിടെ വരില്ല, മാ വരില്ല. മാ അവിടുന്ന് എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചതാണ്. കിതാബുൻ ബുക്ക്, ലൗഹുൻ സ്ലേറ്റ്, കലമുൻ പേന, മിർസമുൻ പിന്നെ പെൻസിൽ, കടലാസ് പെൻസിൽ. താഴത്ത് കാണുന്ന പൂരിപ്പിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയും ഇൻഷാ അല്ലാഹ്.